ഇങ്ങോട്ടാ ഞാനുണ്ട്. ഇങ്ങോട്ടാ അപ്പുറം വരെ. ഓ ഹെൽമെറ്റ് ഉണ്ട് അല്ലേ? ഓ ഇങ്ങോട്ടാ പോണ്ടേ? ഇങ്ങോട്ടാ എന്താ? ഇവിടെ നിങ്ങൾക്ക് ഈ AI ക്യാമറ ഫൈൻ കിട്ടിയിട്ടുണ്ടോ? ഇതുവരെ കിട്ടിയില്ല. ക്യാമറ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാം. അല്ല ഇത് നമ്മളെന്തിനാ അറിയുന്നത്? നമ്മൾ ഹെൽമെറ്റ് ഉണ്ടല്ലോ. ഇവിടെ ഒരു ക്യാമറ പോലീസല്ലേ? ഈ കോഴിക്കോട് എത്ര AI ക്യാമറ ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? കോഴിക്കോട് അവിടെ ഇവിടെ കാണാം. ഇത് കണ്ട, ഇതാണ് മാനാഞ്ചിറയിലെ AI. ഇതുപോലത്തെ 64 ക്യാമറകളാണ് ജില്ലയിലുള്ളത്. വർക്ക് ചെയ്യാത്ത എവിടെയെങ്കിലും ഉണ്ടോ? വർക്ക് ചെയ്യാത്ത 2 ഉണ്ട്. എവിടെ സ്ഥലം? അത് പറഞ്ഞിട്ടില്ല. സൈഡാക്കി ഇറങ്ങിയേക്കാം. തിരക്കേറിയ 2ഇടങ്ങളിലെ AI ക്യാമറകളാണ് മാസങ്ങളായി പ്രവർത്തനരഹിതമായത്. ഒന്ന് വാഹനമിടിച്ച് തകർന്നു, മറ്റൊന്ന് തുരുമ്പെടുത്ത് നശിച്ചു. ശരിയാക്കാൻ നടപടികൾ ഒന്നുമില്ല. 2023 ജൂൺ മുതൽ ഇങ്ങോട്ട് 9 ലക്ഷത്തോളം ചലാനുകളാണ് അയച്ചത്. 53 കോടി രൂപയോളം പിഴ ചുമത്തി. ഫൈൻ കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പാസഞ്ചർ ഞാൻ പറഞ്ഞ ബെൽറ്റ് ഇടാൻ പറഞ്ഞു, അവരത് ശ്രദ്ധിച്ചില്ല, അവർ കേട്ടില്ല. പക്ഷെ അത് പിന്നീട് എനിക്ക് പെർമിറ്റ് എടുക്കാൻ പോയപ്പോൾ 500 രൂപ പിഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അത് ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ച് തന്നാൽ തന്നെ നമുക്ക് അത് ഫോൺ ഇരിക്കുന്നതായിട്ടാണ് അതിനകത്ത് കാണുന്നത്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബെൽറ്റിൻ്റെ വന്നിട്ടുണ്ട്. ഫൈൻ ഒരു വട്ടം കിട്ടിയിരിക്കുന്നു. കമ്പനിക്കാരൻ പുറകിൽ ഹെൽമെറ്റ് കൊടുത്തിട്ടോ വെച്ചില്ല, എൻ്റെ വെക്കാണ്ട് അതിന് ഫൈൻ കിട്ടിയിരിക്കുന്നു. കൂട്ടുകാരനാണോ ഫൈൻ വാങ്ങി തന്നെ? ഇതിന്റെ ഫൈൻ കിട്ടിക്കുന്നു. ഞാൻ അടയ്ക്കാൻ പോയപ്പോൾ ഒരു പോലീസുകാരനുണ്ട് നേരെ കിട്ടിക്കുന്നത്. അവന്റെ വേറെ പോകാൻ്റെ എന്തൊക്കെയോ പേപ്പർ ഇല്ല. ഈ ഫൈൻ അടയ്ക്കുമ്പോഴാണ് ബാക്കി എന്തൊക്കെ ഉണ്ടോ ഇതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളൊക്കെ കാണപ്പെടുന്നത് കിട്ടുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ നമുക്ക് സമാധാനം. ഫ്രണ്ടിൽ ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെ ബാക്കിൽ നിന്ന് ആള് പെട്ടെന്ന് പഴുന്ന് കയറുന്നതല്ലേ, അപ്പൊ അവരുടെ ഹെൽമെറ്റ് ഇല്ലല്ലോ. അതില് അടച്ചു. അടച്ചു. 1.5 കൊല്ലം കഴിഞ്ഞിട്ടും 15% ആളുകൾ മാത്രമാണ് പിഴയടച്ചത്. പിഴ ഈടാക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് അദാലത്തുകൾ സംഘടിപ്പിച്ചെങ്കിലും ഫലം കണ്ടില്ല. ജസ്റ്റിൻ മാത്യുവിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി.